2025 ഇപ്പോഴും ബേസ് മോഡൽ ഐഫോണിൽ 120 ഹെർട്സിന് ഡിസ്പ്ലേ ഇല്ല എന്നുള്ള ചീത്ത പേര് ഫൈനലി മാറി കിട്ടി. സോ എന്തൊക്കെയാണ് ഈ ഒരു കഴിഞ്ഞ ഇവന്റ് നടന്നത്? 82,900 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഐഫോൺ 17 സ്റ്റാർട്ടിംഗ് വേരിയന്റ് 256 GB പ്രോ ഫോണുകളിൽ മാത്രം കിട്ടിയിരുന്ന പ്രോ മോഷൻ ഡിസ്പ്ലേ നോർമൽ ഫോണിലും 16 പ്രോയിൽ കണ്ട പോലെ വലിയ 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, അതും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയോട് കൂടി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള A19 ചിപ്പ് 48 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 12 മെഗാ പിക്സൽ വെച്ച് സൂം ചെയ്യാനായിട്ട് വരും 2x, ഫ്രണ്ടിൽ 18 മെഗാ പിക്സലിന്റെ ക്യാമറ, അത് സെൻട്രൽ സ്റ്റേജ്, ഫോൺ തിരിക്കാതെ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും, സ്ക്വയർ സെൻസറൊക്കെയാണ്. ഇത്തവണ ആ ഒരു പ്ലസ് ഫോൺ എടുത്ത് കളഞ്ഞിട്ട് അവർ ഐഫോൺ എയർ ഇറക്കി. ഭയങ്കര തിന്നാണ്, 5.6 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഡിസ്പ്ലേയോ 6.5 ഇഞ്ച് 3000 നിറ്റ്സിന്റെ പ്രോ മോഷൻ ആൻഡ് പ്രോ ഫോൺസിൽ കാണുന്ന സെയിം A19 പ്രോ ചിപ്പ്. പക്ഷേ ചെറിയ സൈസ് ആയതുകൊണ്ട് അവർ ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത്രയും പെർഫോമൻസ് കിട്ടില്ല ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി. കാരണം ഇതിനകത്ത് ഈ ഒരു ഹീറ്റിങ്ങിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഒരൊറ്റ 48 മെഗാ പിക്സലിന്റെ ക്യാമറയെ വരുന്നുള്ളൂ. അത് വെച്ച് നിങ്ങൾക്ക് 2x 12 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് അല്ലെങ്കിൽ ടെലിഫോട്ടോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷെ വിലയാണ് എന്നെ വിഷമിപ്പിച്ചത്. 1,20,000 രൂപയാണ് ഈ ഒരു ഐഫോൺ എയറിന്റെ പ്രൈസ്. ഇനി 17 Pro മാക്സിന്റെ ഡിസൈൻ ചേഞ്ച് അല്ലാതെ ചിപ്സെറ്റ് പ്രോ ആണല്ലോ, അതിന്റെ ഫുൾ പെർഫോമൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. അതായത് കഴിഞ്ഞ ഐഫോണുകളെക്കാളും 40% കൂടുതൽ പെർഫോമൻസ് ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ പെർഫോമൻസ് മാത്രമല്ല എഫിഷ്യൻസിയും കൂടിയിട്ടുണ്ട്. 39 മണിക്കൂർ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുമെന്നാണ്. 39 മണിക്കൂർ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ എനിക്കൊന്ന് മിസ്റ്റർ ഹുസ്ത ബോസ് ഒക്കെ മറ്റേ ടെസ്റ്റ് നടത്തുമല്ലോ, ബാറ്ററി ടെസ്റ്റ്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 10-12 മണിക്കൂറിനൊക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമായിരിക്കും നോർമൽ യൂസിൽ. എന്നാൽ റീഡ്സിന്റെ മാറ്റമായിട്ട് പുതിയ ക്യാമറ പ്ലാറ്റ്യൂ വന്നിട്ടുണ്ട്. ക്യാമറ പ്ലാറ്റ്യൂടെ പ്രത്യേകത അതിനകത്തുള്ളതെല്ലാം 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഫ്രണ്ടിൽ മറ്റേ ഐഫോൺ 17 എല്ലാത്തിലും 18 മെഗാ പിക്സലിന്റെ ഒരു സ്ക്വയർ സെൻട്രൽ സ്റ്റേജ് ക്യാമറയാണ്. പ്രോ ഫോണുകളിൽ ഏറ്റവും വലിയ നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒരേ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആൻഡ്രോയിഡിൽ കാണുന്ന പോലെയല്ല, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 18 മെഗാ പിക്സലിന് സെൻട്രൽ സ്റ്റേജ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അനങ്ങി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നടുക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ള ഒരു ടെൻഷനില്ല. പിന്നെ ഈ ഒരു ചിപ്സെറ്റിന്റെ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടി വേപ്പർ ചേംബർ കൂളിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സിം ഇല്ലാത്ത ഫോണുകളിൽ കുറച്ചുകൂടി ബാറ്ററി ഉണ്ട്, സിം ട്രേ ഉള്ള ഫോണുകളിൽ അവിടെ ബാറ്ററി കുറവാണ്. പക്ഷെ പ്രൈസ് ആണ് ഒരു പ്രശ്നം. 1,34,900 രൂപയാണ് പ്രോ മോഡലിന്. പ്രോ മാക്സിന് 1,49,900, 1,50,000 രൂപയാണ്. 3 കളേഴ്സിലാണ് വരുന്നത്, ഓറഞ്ചും വൈറ്റും പിന്നെ ബ്ലൂവും. കളേഴ്സ് കാണാൻ രസമുണ്ട്. സോ ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ള അഭിപ്രായം പറയാം. പക്ഷേ അതിന് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ലോഞ്ച് ചെയ്തു. നമ്മുടെ എയർപോഡ്സ് പ്രോയിൻ്റെ 3rd ജനറേഷൻ വെർഷൻ ലോഞ്ച് ചെയ്തു. കാര്യമായിട്ട് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ജനറേഷൻ എയർപോഡാണ് നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ അതിനേക്കാളും 4 ഇരട്ടി ബെറ്റർ ആയിട്ടുള്ള ANC കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അവർ ഡെമോ കാണിച്ച സംഭവം എന്ന് വെച്ചാൽ ലൈവ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ, ഈ ഒരു ആപ്പിൾ ഇന്റലിജൻസ് വെച്ചിട്ട് ഇപ്പം നമ്മൾ എയർപോർട്സ് വെച്ചു നമുക്ക് വേറെ ആരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം വേറെ ഭാഷയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ ലൈവായിട്ട് കേൾക്കാൻ പറ്റുമെന്നാണ്. എത്രത്തോളം നന്നിട്ട് വർക്ക് ചെയ്യുന്ന അറിയില്ല. പറയുന്നത് അവരുടെ ശബ്ദം കുറച്ച് ഈ ഒരു ലൈവ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ടുള്ള ശബ്ദം കൂട്ടിയൊക്കെ കേൾപ്പിക്കുന്നതാണ്. 2 പേർക്കും ഈ സെയിം എയർപോർട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അയാൾക്ക് വേറെ ഭാഷയിലായിരിക്കും കേൾക്കുന്നത്. അയാൾ സംസാരിക്കുന്ന വേറെ ഭാഷ നമുക്കറിയാവുന്ന ഭാഷയിലായിരിക്കും കേൾക്കുന്നതെന്നൊക്കെ പറയുന്നു. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ. 26,000 രൂപയാണ് ഒരു എയർപോർട്സ് പ്രോ 3ൻ്റെ വില. ഒന്ന് ആലോചിച്ചു, 26,000. അതിൽ ഹാർട്ട് റേറ്റ് സെൻസറൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്തവണ. സോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇയർഫോൺ വെച്ച് തന്നെ 52 തരം വർക്കൗട്ടുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം, സ്റ്റെപ്പൊക്കെ നോക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ 25,900 റുപ്പീസ്. എന്തുകൊണ്ട് ഇത് കൂടുതലാണെന്ന് പറയുന്നത് വെച്ചാൽ, ഈ സെയിം പ്രൈസിന് പുതിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട്, ആപ്പിൾ വാച്ച് SE3. ആപ്പിൾ വാച്ച് SE3 ഭയങ്കര മാറ്റങ്ങളാണ്. കാരണം പ്രോ ഫോൺസിൽ കാണുന്ന പോലെ സെയിം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, സ്ലീപ്പ് ആപ്നിയെ കണ്ടുപിടിക്കാം, സ്ലീപ്പ് സ്കോർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ആപ്പിൾ വാച്ച് സീരീസ് 11 നിങ്ങൾക്ക് 2 വേരിയന്റ് കിട്ടും. അലുമിനിയം ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്. അലുമിനിയം നിങ്ങൾക്ക് 46,000 56,000 രൂപയ്ക്ക് കിട്ടും. ഇത് സെല്ലുലാറും അതേപോലെ സെല്ലുലാർ GPS മാത്രം. പക്ഷേ ടൈറ്റേനിയം ആണെങ്കിൽ നിങ്ങൾക്കത് 80,000 രൂപയാണ് അതിൻ്റെ വില. ടൈറ്റേനിയം സെല്ലുലാർ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ ഫ്ലാറ്ററാണ്, തിന്നറാണ്. 5G കണക്ടിവിറ്റി വാച്ചിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ 5G വാച്ചാണ്. പിന്നെ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ BP ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ആണോ, പാർഷ്യലി ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും എന്നൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു സെൻസറുണ്ട്. പിന്നെ ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്ന ആപ്പിൾ വാച്ച് അൾട്ര പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ കളർ സ്ട്രാപ്പ്. അൾട്രയിൽ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും വേ പോയിന്റ്, അതിപ്പോൾ നിങ്ങൾ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് എവിടെയെങ്കിലും നിങ്ങൾ മാപ്പിൽ സെറ്റ് ചെയ്യൂലേ, അപ്പോൾ നിങ്ങളുടെ വാച്ച് എടുത്ത് നോക്കുമ്പോൾ വാച്ചിനകത്ത് കാണിക്കും ഇങ്ങനെ ഒരു കോമ്പസ് കാണിച്ചിട്ട് ഏത് ഡയറക്ഷനിലേക്ക് നടന്നാലാണ് നിങ്ങളുടെ ആ ഒരു വേ പോയിന്റിലേക്ക് എത്തുക എന്നുള്ളത് കാണിക്കും.
ആ ഫീച്ചർ ഉണ്ട്. കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ബെസൽ കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ട്. 5G ആണ്. പിന്നെ വാച്ചിനകത്ത് സാറ്റലൈറ്റ് കോളിംഗ് മറ്റേ SOS ഫീച്ചറിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. 36 മണിക്കൂറിൽ നിന്ന് 42 മണിക്കൂറിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് പറയുന്നു. ബട്ട് സ്റ്റിൽ ഓൾ വാച്ചസ് ആർ മാക്സിമം 1 day ബാറ്ററി ബാക്കപ്പാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു അൾട്ര മാത്രം മേ ബി 2 days വരെ കിട്ടുമായിരിക്കും. പക്ഷേ വാച്ച് അൾട്രയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 90,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇനി ഉണ്ടാകാൻ പോകുന്നൊരു മേജർ കൺഫ്യൂഷനാണ് ബിഗ് ബില്യൺ ഡേയ്സ് വരുന്നുണ്ട്. ബിഗ് ബില്യൺ ഡേയ്സിൽ iPhone 16 ഏകദേശം 52,000 രൂപ 53,000 രൂപ കാർഡ് ഓഫറൊക്കെ വെച്ചിട്ട് കിട്ടും. പക്ഷേ അതിനകത്ത് ഇപ്പോഴും 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. iPhone 17 ആണെങ്കിൽ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നു. ബേസ് വേരിയൻ്റ് iPhone റിയലി വാല്യൂ ഫോർ മണി. കാരണം 120 ഹെർട്സിൻ്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ, കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി, 1 ഹെർട്സ് വരെ റിഫ്രഷ് ചെയ്യും, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്, ക്യാമറാസ് കൊള്ളാം, പ്രോസസ്സർ കൊള്ളാം. അതായത് ഒരു നോർമൽ iPhone 16 എങ്ങനെയാണോ ആവേണ്ടത് 2025 കുറേ വർഷമായിട്ട് അങ്ങനെ ആവേണ്ടതാണ്, അത് ഫൈനലി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് വാങ്ങിക്കണോ, ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തിട്ട് iPhone 17 വാങ്ങിയാൽ പോരെയെന്ന് വെച്ചാൽ ഐ ക്യാൻ സേ യു ക്യാൻ വെയിറ്റ്. ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തിട്ട് iPhone 17 വാങ്ങുന്നത് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഡിസിഷൻ. കാരണം 2025 ഇപ്പോഴും 60 ഹെർട്സ് മേടിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വർഷം കഴിഞ്ഞാലും ഇതിന് ആ ഒരു പ്രൈസിലേക്ക് വരണം. അപ്പോൾ വെയിറ്റിംഗ് കുറച്ചുകൂടി ഉണ്ടാവും. പിന്നെ പ്രോ മാക്സിനകത്ത് പുതിയ ഡിസൈനാണ്, പുതിയ വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ്, 8x ടെലിഫോട്ടോ, 4x തൊട്ട് 8x വരെ വേരിയബിളി നമുക്ക് മാറ്റാൻ പറ്റുന്ന ടെലിഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രൈസ് കുറച്ച് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ ഇന്നോവേഷൻസ് ഉണ്ട്. അതെന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അത് കിട്ടുവാണെങ്കിൽ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം, നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. പക്ഷേ iPhone 17 Air ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻ്റൽ പ്രോഡക്റ്റ്. 17 Air ബാറ്ററി ബാക്കപ്പ് ഒക്കെ എത്ര കിട്ടും, നിങ്ങൾക്ക് ഏതെത്താം കാണാൻ താല്പര്യം? 17 Air ആണോ, 17 Pro ആണോ, Pro Max ആണോ, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. Air ലുക്സിൽ വെരി നൈസ്. കാരണം കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആക്ച്വൽ റിയൽ ലൈഫിൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും? ത്രോട്ടിൽ ചെയ്ത ചിപ്പാണ്, ഹീറ്റിംഗ് ഉണ്ടാവുമോ, ബാറ്ററി നിൽക്കുമോ? കാരണം ബാറ്ററി കേസൊക്കെ മാക്സ് സേഫ് കുറച്ചുകൂടി ചെറിയ ബാറ്ററി പാക്കൊക്കെയാണ് അതിൻ്റെ ഇപ്പോൾ ആക്സറി ആയിട്ട് വിൽക്കുന്നത്. സോ ഐ സ്റ്റിൽ ഡൗട്ട് എന്താണ്. കാരണം അവർ കൃത്യമായിട്ട് പറഞ്ഞില്ല എത്ര നേരം ബാറ്ററി നിൽക്കും. ഓൾ ഡേ ബാറ്ററി ലൈഫ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവർക്ക് ഓൾ ഡേ എന്താണ്, 24 hours ആണോ, 12 hours ആണോ, 8 hours ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ഹാവ് ടു വെയിറ്റ്. ബട്ട് ഓവറോൾ 17 is a great product. Maybe you can wait for 1 more year. കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ് മേടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ അമേസിങ് പ്രോഡക്റ്റ് കമ്പയർഡ് ടു 16. അപ്പോൾ അത്ര ഉള്ളൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.